എൻ്റെ മക്കളോട് ഉൾപ്പെടെ ഞാൻ പറയുക, അവരോട് എപ്പോഴും പറയുന്ന കാര്യമാ, പഠിച്ചോ പഠിച്ചോ പഠിച്ചോ, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിനക്ക് കഴിയണം. ഈ ലോകത്തിൽ ബാക്കി എല്ലാം ഹാർട്ട് നിൽക്കുമ്പോൾ നിൽക്കും, ബ്രെയിൻ നിൽക്കുമ്പോൾ നിൽക്കും, കൈ നിൽക്കുമ്പോൾ നിൽക്കും. എന്നാൽ ഓടിയതും അധ്വാനിച്ചതും സ്വർഗത്തിൽ മിച്ചം വരും. അത് നീ പ്രസംഗിച്ച നിന്റെ തൊണ്ട നോക്കാതെ, നിന്റെ കൊരവള നോക്കാതെ, നിന്റെ ശബ്ദം നോക്കാതെ, നിന്റെ ആരോഗ്യം നോക്കാതെ, നിന്റെ ശരീരം നോക്കാതെ, നീ കർത്താവിന് വേണ്ടി ഓടിയത്, നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്, നീ കർത്താവിന് വേണ്ടി നിന്നത്, നീ കർത്താവിന് വേണ്ടി ഓടിയത് മറക്കത്തില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. നീ ഒന്നും ചെയ്യണ്ട. നേരോടെ നടക്കുന്നവനൊരു നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും. മോനെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞു നീ തെണ്ടി പോകത്തില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞു മോളെ നീ തകർന്നു പോകത്തില്ല. ഈ ആയുസ്സിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, ദൈവം നിന്നെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുക. ഈ തലമുറയിൽ നീ കർത്താവിന് വേണ്ടി നിന്നാൽ, ഓ ജീസസ്, ദൈവം നിനക്ക് തരുന്ന അതിൻ്റെ മുമ്പിൽ തുറക്കുന്ന സാധ്യതകൾ, നീ കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. ആമേൻ. ഒരു എൻഡ് ടൈം റിവൈവലിന് വേണ്ടി നിന്നാൽ നീ നിരാശപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്നൊരു വലിയ പ്രശ്നമാണ് നിരാശ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ ആഴമായി ഇറങ്ങി പൂർണ്ണമായി സമർപ്പിച്ച് ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നീ നിരാശപ്പെടേണ്ടി വരില്ല. നിന്റെ അകത്തുനിന്ന് ഒരു പുതിയ തൈ പുറത്തു വരും. അതൊരു വൃക്ഷമായി മാറും, അതൊരു അനുഗ്രഹമായി മാറും. അതിൽ നിന്ന് അനേകർ ഫലം പറിച്ചു തിന്നും. നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും എന്നല്ല, അബ്രഹാമിനോട് നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ പലരും നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ മക്കൾക്ക് അനുഗ്രഹമല്ലേ? അല്ല, ദൈവം നിനക്കും നിന്നെ ലോകത്തിനൊരു അനുഗ്രഹമാക്കും. നിന്നെ കാത്ത് ജനങ്ങൾ നീ ഒന്ന് കൈവയ്ക്കാൻ കാത്തിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആട്ടിയിറക്കിയവരുണ്ട്. ആമേൻ. ഞാൻ പരസ്യമായിട്ട് ബൈക്കിലൂടെ പ്രസംഗിക്കുന്നത്. ആട്ടിയിറക്കിയവരുണ്ട്, കുറ്റപ്പെടുത്തിയവരുണ്ട്. ആമേൻ. പല വീട്ടിലും ഞാൻ സുവിശേഷം പറയുന്നത് പട്ടി അഴിച്ചു വിട്ടവരുണ്ട്. പക്ഷേ ഞാൻ പല വേദികളിൽ ചെന്നിറങ്ങുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നൊരു ഓടി വന്ന് ബാഗ് വാങ്ങി. ഞാൻ എൻ്റെ ബാഗ് ഞാൻ പിടിച്ചോളാം. ഇല്ല, ഞങ്ങളുടെ ഇവിടുത്തെ നിയമം ബാഗ് പിടിക്കണമെന്നാ. സ്തോത്രം. നിന്റെ ബാഗ് പിടിക്കാൻ ആളിനെ തന്നെ നീ കൊടുത്തില്ലെങ്കിലും പിടിച്ചു വാങ്ങിക്കും. ആമേൻ. ഓടി വന്ന് നീ ഡോർ തുറക്കുമ്പം വേണ്ട ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ ഡോർ തുറന്നു തരാൻ ആളിനെ നിർത്താൻ ദൈവത്തിന് പറ്റും. അതിന് നീ ആകണമെങ്കിൽ ഇവിടുത്തെ ചുമന്ന കാറിൽ പോകണം. ചുമന്ന കാറിൽ പോകുന്നതിനേക്കാൾ അംബാസഡർ പദവി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംബാസഡർ ആക്കും.